സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പല ഭാഷകളിലേക്ക് മോഹൻലാൽ ചിത്രം ദൃശ്യം റീമേക്ക് ചെയ്തെങ്കിലും കമൽഹാസനെ മാത്രം മുൻനിർത്തിയായിരുന്നു മോഹൻലാലുമായി താരതമ്യം ചെയ്ത ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. പലരും ചിത്രത്തിലെ ഒരു രംഗത്തെ മുൻനിർത്തിയായിരുന്നു ഇരുവരെയും താരതമ്യം ചെയ്തത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ജോർജ് കുട്ടിയും സ്വയംഭുലിംഗവും ചെയ്ത തെറ്റ് വരുണിൻ്റെ മാതാപിതാക്കളോട് ഏറ്റുപറയുന്ന രംഗമുണ്ട്. മോഹൻലാൽ തന്മയത്വത്തോടെ സ്വാഭാവികമായി ഈ രംഗം അഭിനയിച്ചപ്പോൾ കമൽഹാസൻ കുറച്ചുകൂടി ഇമോഷണലായി കഥാപാത്രത്തെ തൻ്റേതായ രീതിയിലാക്കി. ഇതിനെക്കുറിച്ച് ആരോ പറഞ്ഞ പോലെ ആ രംഗം മാത്രം കണ്ടവർക്ക് മികച്ചത് കമൽഹാസൻ എന്നും മറിച്ച് ചിത്രം മുഴുവൻ കണ്ടവർ മികച്ചത് മോഹൻലാൽ എന്നും പറയുമെന്ന്. കാരണം വികാരഭരിതനായി മുഴുവൻ വിങ്ങിപ്പൊട്ടി ഏറ്റുപറയുമ്പോൾ അത്രയും നേരം പിടിച്ചു നിന്നത് വെറുതെ ആവില്ലേ എന്നാണ് ചോദ്യം. എന്താണേലും മോഹൻലാലുമായി താരതമ്യം ചെയ്ത് താൻ കൂടുതൽ ഇമോഷണലായി എന്ന് പറയുന്നവരോട് കമൽഹാസൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു അഭിമുഖത്തിലാണ് കമൽഹാസൻ മനസ്സ് തുറന്നത്. സിനിമയുടെ കഥയൊന്നാണെങ്കിലും രണ്ടും രണ്ട് കഥാപാത്രങ്ങളാണ്. ജോർജ് കുട്ടി കുടുംബത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവനാണ്, ഏതറ്റം വരെയും പോകും. അയാൾക്ക് ചെയ്ത തെറ്റിലോ തെറ്റ് മറച്ചു വെച്ചതിലോ കുറ്റബോധമില്ല. എന്നാൽ സ്വയംഭുലിംഗം അങ്ങനല്ല. അയാളും കുടുംബത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവനാണ്. പക്ഷേ ചെയ്ത തെറ്റിലും അത് മറച്ചു വെച്ചതിലും അയാൾക്ക് കുറ്റബോധമുണ്ട്. ജോർജ് കുട്ടിയും സ്വയംഭുലിംഗവും തമ്മിലുള്ള ഈ വ്യത്യാസമാണ് അഭിനയത്തിൽ കണ്ടത്. കഥയൊന്നാണെങ്കിലും കഥാപാത്രത്തിൻ്റെ ക്യാരക്ടറൈസേഷനിൽ വ്യത്യാസമുണ്ട്, കമൽഹാസൻ പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.